ഇപ്പോൾ വാച്ച് ടവറിൻ്റെ ഉള്ളിൽ നമ്മുടെ നൈറ്റ് വിങ്ങിൻ്റെ ടീമും ടാലിയയുടെ കൺട്രോളിലുള്ള ബാറ്റ്മാൻ്റെ ടീമും തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ബാറ്റ്മാനുമായി ഫൈറ്റ് ചെയ്യുന്ന നൈറ്റ് വിങ്ങിൻ്റെ ഒരു കൈ ബാറ്റ്മാൻ തല്ലി ഓടിക്കുന്നു. പക്ഷേ നൈറ്റ് വിങ് ആ വേദനയൊക്കെ സഹിച്ച് ബാറ്റ്മാനോട് വീണ്ടും ഫൈറ്റ് ചെയ്യുകയാണ്. ഇതേസമയം ആ റോബിനുമായി ഫൈറ്റ് ചെയ്യുന്ന ടാസ്ക് എന്ന വില്ലൻ കാല് തെറ്റി താഴെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബ്ലേഡിലേക്ക് വീണ് മരിക്കുകയാണ്. ടാസ്കിനെ രക്ഷിക്കുവാനായി റോബിൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതിന് സാധിച്ചില്ല. ഇപ്പോൾ ബാറ്റ്വിങ്ങുമായി വാച്ച് ടവറിൻ്റെ പുറത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫയർഫ്ലൈ ബാറ്റ്വിങ്ങിൻ്റെ അറ്റാക്കേറ്റ് തെറിച്ചുപോയി ആ വാച്ച് ടവറിൻ്റെ ഒരു ത്രസ്റ്ററിൽ ചെന്നിടിച്ച് മരിക്കുകയാണ്. ഇപ്പോൾ ഫയർഫ്ലൈ ചെന്ന് വീണതുകൊണ്ട് തന്നെ ആ ത്രസ്റ്റർ തകർന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാച്ച് ടവർ നിയന്ത്രണമില്ലാതെ സിറ്റിയുടെ ഉള്ളിലൂടെ മുന്നോട്ട് പോവുകയാണ്. അത് കണ്ടതും വേഗം ബാറ്റ്വിങ് റോബിനെ കോൺടാക്ട് ചെയ്തിട്ട് ആ തകർന്ന ത്രസ്റ്ററിലെ പവർ മുഴുവൻ ബാക്കി 2 ത്രസ്റ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞതും റോബിൻ അതുപോലെ തന്നെ വേഗം ചെന്ന് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ വാച്ച് ടവർ മുന്നോട്ട് പോകാതെ അവിടെ നിൽക്കുകയാണ്. ഇതിനിടയിൽ ബ്രൂസിൻ്റെ ഇടിയേറ്റ് നേരത്തെ ബോധം പോയ ആൽഫ്രഡ് ബോധം വന്ന് എഴുന്നേറ്റ് ആ ടച്ച് ഇരിക്കുന്ന മുറിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നതും അവിടെ നിൽക്കുന്ന സൂപ്പർ വില്ലനായ കട്ട്ലറിനോട് ആൽഫ്രഡ് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ നമ്മുടെ ആൽഫ്രഡും കട്ട്ലറും തമ്മിൽ ഒരു അടിപൊളി ഫൈറ്റ് നടക്കുകയാണ്. ആ ഫൈറ്റിൻ്റെ അവസാനം ആ കട്ട്ലറിനെ ആൽഫ്രഡ് അടിച്ച് തെറിപ്പിച്ചതും ആ കട്ട്ലർ നേരെ ചെന്ന് അവിടെയുള്ള സിസ്റ്റത്തിലേക്ക് ഇടിച്ചു വീഴുകയാണ്. അപ്പോൾ തന്നെ പുള്ളിക്കാരനിട്ട് നല്ല രീതിയിൽ ഷോക്ക് ഏൽക്കുന്നു. മാത്രമല്ല ഇപ്പോൾ അവിടെ മര്യാദയ്ക്ക് ഇരുന്ന വാച്ച് ടവറിനുള്ളിലെ ആളുകളുടെ മൈൻഡ് കൺട്രോളിൽ എടുത്തുകൊണ്ടിരുന്ന ടച്ചിനിട്ടും ഷോക്ക് ഏൽക്കുകയാണ്. അപ്പോൾ തന്നെ ടച്ചിൻ്റെ തല പൊട്ടിത്തെറിച്ച് പോവുകയാണ്. ഇപ്പോൾ ടച്ച് മരിച്ചതുകൊണ്ട് തന്നെ ആ വാച്ച് ടവറിൻ്റെ ഉള്ളിലെ ആളുകൾക്ക് പഴയതുപോലെ മൈൻഡ് തിരിച്ച് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടാലിയയുടെ പ്ലാനുകളെല്ലാം ഇവിടെ തകർന്നു പോകുന്നു. ഇതേസമയം ഇപ്പോൾ നമ്മുടെ നൈറ്റ് വിങ്ങിനെ ബാറ്റ്മാൻ അടിച്ചു വീഴ്ത്തുകയാണ്. അപ്പോൾ തന്നെ അവിടെ ടാലിയ വരുന്നു. ടാലിയ നേരത്തെ ബാറ്റ് വുമണുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഫൈറ്റിനിടയിൽ ബാറ്റ് വുമൺ ആ വാച്ച് ടവറിൽ നിന്നും താഴേക്ക് വീണത് കണ്ട ടാലിയ ബാറ്റ് വുമൺ മരിച്ചുപോയി എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ടാലിയ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ശരിക്കും ബാറ്റ് വുമൺ മരിച്ചിട്ടൊന്നുമില്ല. എന്നിട്ടിപ്പോൾ ടാലിയ ബാറ്റ്മാനോട് നൈറ്റ് വിങ്ങിനെ കൊല്ലാൻ പറഞ്ഞതും ബാറ്റ്മാൻ ഒരു തോക്കെടുത്ത് നൈറ്റ് വിങ്ങിൻ്റെ നേരെ വെടിവെക്കാൻ പോയതും അപ്പോൾ തന്നെ അങ്ങോട്ട് റോബിൻ വരുന്നു. എന്നിട്ട് ടാലിയയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് കേട്ടതും അപ്പോൾ തന്നെ ടാലിയ ബാറ്റ്മാനോട് ആദ്യം നമ്മുടെ മകനായ ഈ റോബിനെ കൊന്നുകളയാനും നമുക്ക് വേറെ മക്കളെ ഉണ്ടാക്കാമെന്നും ബാറ്റ്മാനോട് പറഞ്ഞതും ബാറ്റ്മാൻ റോബിന് നേരെ തോക്ക് ചൂണ്ടുകയാണ്. അപ്പോൾ തന്നെ നൈറ്റ് വിങ് അങ്ങനെ ചെയ്യരുതെന്നും നിനക്ക് ആരെയും കൊല്ലാൻ സാധിക്കില്ല എന്നും ബാറ്റ്മാനോട് പറയുകയാണ്. ബാറ്റ്മാൻ്റെ മൈൻഡ് പഴയതുപോലെ കൊണ്ടുവരാൻ വേണ്ടി ഓരോ പഴയ കാര്യങ്ങളും നൈറ്റ് വിങ് ബാറ്റ്മാനോട് പറഞ്ഞതും നമ്മുടെ ബാറ്റ്മാൻ ആ ടാലിയയുടെ കൺട്രോളിൽ നിന്നും പുറത്തേക്ക് വന്ന് നമ്മുടെ പഴയ ബാറ്റ്മാനായി മാറുകയാണ്. ഇപ്പോൾ അത് കണ്ട് ഞെട്ടിപ്പോയ ടാലിയ വേഗം അവിടുന്ന് ഓടിപ്പോകാൻ തുടങ്ങിയതും മരിച്ചുപോയിന്ന് ടാലിയ വിചാരിച്ച ബാറ്റ് വുമൺ വന്ന് ടാലിയയ്ക്കിട്ട് അടി കൊടുക്കുകയാണ്. പക്ഷേ ടാലിയ വേഗം അവരെയെല്ലാം പറ്റിച്ച് ആ വാച്ച് ടവറിൽ നിന്നും ചാടി തൻ്റെ ഒരു പ്ലെയിനിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ ആ പ്ലെയിനിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒനിക്സ് ടാലിയെ വെട്ടിക്കൊല്ലുകയാണ്. അതെന്തുകൊണ്ടെന്നാൽ ഈ ഒനിക്സിന് ആ ഹെർട്ടിക്കിനെ വളരെ ഇഷ്ടമായിരുന്നു. ആ ഹെർട്ടിക്കിനെ ടാലിയ കൊന്നതുകൊണ്ടാണ് ഒനിക്സ് ടാലിയെ കൊന്നത്. പക്ഷേ ഇപ്പോൾ പ്ലെയിൻ പൊട്ടിത്തെറിച്ച് ഒനിക്സ് മരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീർന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാറ്റ്മാൻ്റെ പിള്ളേരെ ഈ ലോകത്തെ രക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് പിന്നീട് വേറൊരു ദിവസം ഒരു രാത്രിയാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ ആ രാത്രിയിൽ തൻ്റെ നഗരത്തിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ അത് തടയുവാനായി നമ്മുടെ ബാറ്റ്മാൻ വന്നിരിക്കുകയാണ്. ബാറ്റ്മാൻ മാത്രമല്ല നൈറ്റ് വിങ്ങും റോബിനും ബാറ്റ് വുമണും ബാറ്റ് വിങ്ങും ഇപ്പോൾ ബാറ്റ്മാൻ്റെ കൂടെ വർക്ക് ചെയ്യുവാനായി അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.